ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കസ്തൂരി സൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം വേനൽക്കാലമൊക്കെ വരാൻ പോവല്ലയോ. അപ്പം വേനൽ ചൂടിനെ അതിജീവിക്കാനായിട്ട് നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു പിടി പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന ആ മാങ്ങയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അപ്പം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പം മിക്സിയിൽ നമ്മളത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വേഗം തന്നെ അത് അരഞ്ഞ് കിട്ടും. പിന്നെ പുതിനയില നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയറിനും നല്ലതാണ്. പിന്നെ നമുക്കൊരു പ്രത്യേക റിഫ്രഷ്മെൻറ്റ് നമ്മുടെ ജ്യൂസിന് കിട്ടുകയും ചെയ്യും. ഇതുകൂടാതെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഐസ് ക്യൂബ്സും വേണം. ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും വേണം. ഒരു 1.5 കപ്പോളം തണുത്ത വെള്ളവും കൂടെ വേണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ പഞ്ചസാര, ഉപ്പും പുതിനയില എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കഷ്ണങ്ങൾക്കെല്ലാം തന്നെ നേക്കൊക്കെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇച്ചിരി കൂടുതൽ സമയം അത് ബ്ലെൻഡ് ചെയ്താൽ അതിലെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് നമുക്ക് ഈ ജ്യൂസ് അരിച്ചെടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ വലിപ്പത്തിലുള്ള മാങ്ങ കൊണ്ട് 2 വലിയ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ് ആകുമ്പോൾ 5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിലേക്കൊന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ ആ പച്ചമുളകും ഇഞ്ചിയെല്ലാം നമുക്കെടുത്ത് കളയാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു കവർപ്പും എരിവും ഒന്നും വരുത്തതുമില്ല. എന്നാൽ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ഈ ജ്യൂസിന് കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമ്മുടെ ഈ ജ്യൂസ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്കസ് സോക്ക് ചെയ്തിട്ട് അതും കൂടെ ആവശ്യമെങ്കിൽ ഈ ജ്യൂസിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.